നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അഞ്ജിതയാണോ നിനക്ക് അവിടെ ശുപാർശ ചെയ്തത്? അല്ല, അവൾ തന്നെ ആയിരിക്കും. അവളല്ലാതെ വേറെ ആരാ നിനക്ക് വേണ്ടി ശുപാർശ ചെയ്യാനുള്ളത്? അഞ്ജിതയോ? ദേ, അവൾ എനിക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല. എനിക്ക് വേണ്ടി ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അയ്യോ, കോഫി താഴെ വീണുപോയല്ലോ. ചേച്ചി, ഇതും കൂടെ ഒന്ന് തുടക്കണേ. കോഫി തറയിൽ വീണുപോയി. ഇതിവിടെ കിടന്നാലേ കറയാവും. നീ എന്താടി കാണിച്ചത്? ഞാനെന്ത് കാണിച്ചോന്ന്? നീ കാണിച്ചതൊക്കെ ഞാൻ കണ്ടു. എന്ത് കണ്ടെന്ന്? എന്താ പ്രശ്നം? ചേച്ചി, ഇവൾ എന്താ ചെയ്തെന്ന് ചേച്ചി കണ്ടില്ലല്ലോ. അഞ്ജിത എന്ത് ചെയ്തുന്നാ? നീ കാര്യം പറയേ. ഈ കോഫി ഇവിടെ അറിയാതെ താഴെ വീണതൊന്നും അല്ല. ഇവള് മനഃപൂർവ്വം ചേച്ചിക്ക് പണി തരാൻ വേണ്ടി നിലത്തൊഴിച്ചതാ. നീ എന്തിനാടി എന്റെ ചേച്ചിയോട് ഈ വക ദ്രോഹങ്ങളൊക്കെ ചെയ്യുന്നേ? എടി, നീ എന്തിനാ ക്രൂരത കാണിക്കുന്നേ? ഈ നിക്കുന്നതേ എന്റെ മാത്രം ചേച്ചിയല്ല, നിന്റെ കൂടെ ചേച്ചിയല്ലേ. നീ എന്താ അഞ്ജിത ഇത് മനസ്സിലാക്കാത്തെ? നീ ഈ കാണിക്കുന്ന അഹങ്കാരം ഉണ്ടല്ലോ, അതൊന്നും ഒട്ടും ശരിയല്ല. എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലേ അതിനൊക്കെ ഒരു ന്യായം വേണം. ഓ, ന്യായത്തിനെ കുറിച്ച് നീയാണോ എന്നോട് പറയുന്നത്? അതിന് എന്ത് അർഹതയാ നിനക്കുള്ളത്? എനിക്ക് കിട്ടേണ്ട ജീവിതം എന്നിൽ നിന്ന് തട്ടിപ്പറിച്ചവളാ നീ. നീയാ കുറച്ച് കോഫി നിലത്ത് വീണതിന്റെ പേരില് എന്നെ കുറ്റപ്പെടുത്തുന്നതേ. നിന്റെ ഈ വാദങ്ങൾക്കൊക്കെ ഉള്ള മറുപടി ഞാൻ പലതവണ തന്നിട്ടുള്ളതാ. അതുകൊണ്ട് ഇനി അത് ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിന്റെ ഒരു വിശദീകരണവും എനിക്ക് കേൾക്കണ്ട. നീ മനഃപൂർവ്വം നിലത്ത് തട്ടിയിട്ട ഈ കോഫി നീ തന്നെ തുടക്കണം, തുടച്ച് വൃത്തിയാക്കിക്കോണം. ഗോപു, ശരി, ഞാനിത് വൃത്തിയാക്കാം. പക്ഷെ ഞാനിത് തുടച്ച് വൃത്തിയാക്കിയ പരാജയപ്പെടുന്നത് ദേവികേച്ചിയാ. നീ ചേച്ചിയെ എങ്ങനെ പരാജയപ്പെടുത്തുന്ന? അഞ്ജിതേ, ഗോപികെ, നിങ്ങളൊന്ന് നിർത്ത്. നിങ്ങൾ തമ്മിൽ വെറുതെ വഴക്ക് കൂടണ്ട. ഇത് ഞാൻ തന്നെ വൃത്തിയാക്കിക്കോളാം. ഇപ്പൊ തന്നെ ഈ വീട്ടില് ധാരാളം കുഴപ്പങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇനി നിങ്ങളായിട്ട് പുതിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഗോപികെ, വെറുതെ അഞ്ജിതയോട് വഴക്കിടാൻ നിൽക്കാതെ നിനക്ക് ചെയ്തു തീർക്കാനുള്ള വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് നീ ചെയ്തു തീർക്ക്. എനിക്കുണ്ട് കുറച്ചധികം ജോലികള്. നമ്മൾ അത് ചെയ്തു തീർക്കുന്നല്ലേ മോള് നല്ലത്. ശത്രുക്കളോട് പോലും പുറത്തു കൊടുക്കാൻ പറ്റുന്ന ചേച്ചിയുടെ മനസ്സുണ്ടല്ലോ, ആ മനസ്സ് ദൈവം കാണും ചേച്ചി. ചേച്ചി അകാരണമായി ശിക്ഷിക്കുന്നവർക്കും വേദനിപ്പിക്കുന്നവർക്കുള്ള ശിക്ഷ ദൈവം നൽകിയിരിക്കും. ഗോപു, നീ പോയിക്കോ. ചേച്ചി, ഈ തറയൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കിക്കോളാം. ഇതെന്റെ ശിക്ഷയാ മോളെ. ഇത് ഞാൻ തന്നെ ചെയ്തു തീർത്തോളാം. നീ ചെല്ല ചേച്ചി. മലകെ,
മഞ്ജു 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 എന്താ അനീഷേട്ടാ, എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നേ? കാര്യം പറ. എന്താ ഒരു ചിരി? ഇവിടെന്നും വിഷമത്തോടെ ഇറങ്ങിപ്പോയ ആളാണല്ലോ, ഇപ്പൊ വലിയ ഹാപ്പി ആണല്ലോ. എന്തു പറ്റി? എന്താ ഇത്ര വലിയ സന്തോഷം? സന്തോഷമുണ്ട്. ആഹാ, സന്തോഷത്തിന്റെ കാരണം എന്താന്ന് പറയേ. എടി, എനിക്ക് ജോലി കിട്ടിയടി. ജോലി കിട്ടിയോ? ആ, എവിടെയാ ജോലി കിട്ടിയേ? നമ്മുടെ പൊന്നാരൻ തോട്ടത്തുകാരുടെ കമ്പനിയില്. ഓ, അവിടെയാണോ ജോലി കിട്ടിയേ? എന്താടി അവിടെ ജോലി കിട്ടിയിൽ എന്താ കുഴപ്പം? നിനക്കെന്താ ഒരു താല്പര്യമില്ലാത്ത പോലെ? അല്ല, ഒരു ജോലി കിട്ടിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, അതും അത്രയും വലിയ കമ്പനിയില്. പക്ഷേ അവിടുത്തെ അഭിഷേകിന്റെ അമ്മ ക്ഷേത്രത്തിൽ വെച്ച് എന്നെ അപമാനിച്ചത് ഓർക്കുമ്പോ അതോർക്കുമ്പോ എനിക്ക് ചെറിയ താല്പര്യക്കുറവുണ്ട്. പിന്നെ അവിടുത്തെ സിദ്ധാർത്ഥനല്ലേ നമ്മുടെ ദേവികയുടെ അച്ഛന്റെ. ദേ, നീ അതൊന്നും ഓർക്കണ്ട. അഭിഷേകിന്റെ അമ്മ നിന്നെ അപമാനിച്ചതിനെ കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. ദേ, എനിക്കിപ്പോ ഒരു ജോലിയാണ് പ്രധാനം, അതിപ്പോ കിട്ടി. എങ്കിലും മായമ്മയ്ക്കും കൂടി അവകാശപ്പെട്ട കമ്പനിയല്ലേ അത്? ആ അധികാരത്തിന്റെ പുറത്ത് അവരിനി അനീഷേട്ടനെ നാണം കെടുത്താൻ ശ്രമിച്ചാലോ? ദേ, മഞ്ജു, നീ കരുതുന്ന പോലെ പറയത്തക്ക അധികാരമൊന്നും മായമയ്ക്ക് ആ കമ്പനിയിലില്ല. എടാ, അഞ്ജിതയാണോ നിനക്ക് അവിടെ ശുപാർശ ചെയ്തത്? അല്ല, അവള് തന്നെ ആയിരിക്കും. അവളല്ലാതെ വേറെ ആരാ നിനക്ക് വേണ്ടി ശുപാർശ ചെയ്യാനുള്ളത്? അഞ്ജിതയോ? ദേ, അവൾ എനിക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല. എനിക്ക് വേണ്ടി ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ഓ പിന്നെ അവരുമായിട്ട് നിനക്ക് അങ്ങോട്ട് വിളിച്ച് ജോലി തന്നോ? അല്ല, സത്യം പറഞ്ഞ അവർക്ക് എനിക്കൊരു ജോലി തരാൻ ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷേ എന്റെ വിഷമം തിരിച്ചറിഞ്ഞ് ദേവിക ഇടപെട്ടു. ദേവിക ശുപാർശ ചെയ്തു. അതുകൊണ്ട് മാത്രമാ എനിക്ക് ആ കമ്പനിയിൽ ജോലി കിട്ടിയത്. അല്ലാതെ നിങ്ങളുടെ മോളുടെ മഹത്വം കൊണ്ടൊന്നുമല്ല. ഓ, നിനക്കിപ്പോ അഞ്ജിത വലിയ പുച്ഛമായിരിക്കും. അവളെ കുറിച്ച് മോശം പറയാനായിട്ട് നിനക്ക് എന്താടാ യോഗ്യത? നീ നന്ദി കെട്ടവനാടാ, നന്ദി കെട്ടവൻ. ഇവന് ദേവികയെ കുറിച്ച് പറയാനാ 100 നാവ്. ദേവിക പൊന്നാരൻ തോട്ടത്തെ ആരാന്നാ നിന്റെ വിചാരം? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.